had only fought elections for my mother and brother in Raebareli and Amethi before that. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് പോരാടുന്നതിന് വേണ്ടി വന്നപ്പോൾ അതിനു മുൻപ് എൻ്റെ അനുഭവം മുഴുവൻ എൻ്റെ സഹോദരനും വേണ്ടി അമ്മയ്ക്കും വേണ്ടി റായ്ബറേലിയിലും അമേഠിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അനുഭവമേ ഉണ്ടായിരുന്നുള്ളൂ. And before coming here, my brother told me, this is Kerala, you have to fight it differently here. പക്ഷെ ഞാനിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇത് കേരളമാണ്, കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. And he told me, in this election you have to leave everything to the booth workers and to the local. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാം ഈ നാട്ടിലെ ബൂത്തിലെ നേതാക്കന്മാർക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. And this is very difficult for me, because all the time that I fought the election, I used to go to in the booths, I used to go and distribute the polling kits, I used to go and find who is the booth committee, go and meet the booth president and chairmen, and I used to go and do all this work myself. അത് എനിക്ക് വ്യത്യസ്തമായ അനുഭവമാണ്. പക്ഷേ കാരണം ഇതിനു മുൻപെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ തന്നെ നേരിട്ടാണ് ബൂത്തുകളിൽ ചെന്നിരുന്നത്, ബൂത്തിലെ കിറ്റുകൾ കൊടുത്തിരുന്നത്, ബൂത്തിലെ ഭാരവാഹികൾ കണ്ടിരുന്നത്, അതെല്ലാം ഞാൻ തന്നെ നേരിട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. So this is the first election in which I campaigned and everything was in your hands. അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു, ഞാൻ പ്രചരണത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു, പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്തു. For me it was a very new experience. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പുതിയ ഒരു അനുഭവമായിരുന്നു അത്. And I must say that it was a very beautiful experience. ഞാൻ പറയട്ടെ, അത് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. Because although I myself was worried, because I was leaving everything to my colleagues and to all of you and not knowing every little detail, but I saw how you worked. എനിക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഞാനല്ല ചെയ്തതെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ മുൻപ് ചെയ്തിരുന്നതെല്ലാം ഞാൻ നേരിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്നതായിരുന്നു. How well organized you are as a force. നിങ്ങൾ ഒരു ശക്തി എന്ന രീതിയിൽ എത്രമാത്രം സംഘടിതമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. How you work together in every booth. നിങ്ങൾ ഒരുമിച്ച് എല്ലാ ബൂത്തിലും എങ്ങനെയാണ് പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. And how you motivated people to vote for the Congress, to vote for me and to come together and come out and vote during this election. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് എങ്ങനെയാണ് അവരെ അധികം സ്വാധീനിച്ചതെന്നും അവരെ കൂട്ടത്തോടെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. I am very, very proud to see the way the organization of the Congress party and all the UDF works over here. ഈ UDFന്റെയും കോൺഗ്രസ് സംഘടനയുടെയും സംഘടനാ പ്രവർത്തനം എത്രമാത്രം ശക്തമായിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. It's really an example that we should follow in all the other states also. ഇത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ കൂടി നമ്മൾ അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു. So the first and most important thing I want to say to all of you is thank you very, very much from my heart for all the hard work you put in. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ടത് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ പ്രവർത്തനത്തിന്, നിങ്ങളുടെ എഫേർട്ടിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്.